ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോവയ്ക്ക വെച്ചിട്ട് നല്ലൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഈ കോവയ്ക്ക മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 15 കോവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ നീളനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കോവയ്ക്ക 4ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സവാള നീളനെ കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, ഞാനിവിടെ മത്തങ്ങ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നീളനെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 8 വെളുത്തുള്ളി അത് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കുടംപുളി വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പഴുത്ത കുടംപുളി ഉണക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ഇതുപോലെ ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്നൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് അടുപ്പത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഈ തക്കാളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യണ സമയത്ത് അപ്പോൾ 10 മിനിറ്റ് മുമ്പും ഇത് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഇപ്പോൾ കോവയ്ക്കയിൽ നഖയ്ക്ക് വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ച് മൂടി വെച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു തേങ്ങയുടെ പേസ്റ്റ് അരച്ച് ചേർക്കണം. അതിനായിട്ട് ഞാനൊരു 1/2 മുറി തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കോവയ്ക്ക ഇവിടെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഗ്രേവിയുടെ അളവ് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉള്ളി മൂപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പോ പുളിയോ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലും ഗ്രേവി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ വറ്റിച്ച് അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ തീരുമാനിക്കാം കേട്ടോ. ഉള്ളി മൂപ്പിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഈ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരട്ടെ. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ കറി റെഡിയാക്കാനായിട്ട്. നമ്മളിതിൽ മല്ലിപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കണില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കാനായിട്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കോവയ്ക്ക മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.